യെസ് വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ, ഈ ജുനിസ് സാർ വന്നിരിക്കുന്നത് ഈ ബിഹൈൻഡ് സെൻസേഷൻ, സംവേദനങ്ങൾക്ക് പിന്നിലുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആയിട്ടാ. എടാ, ഈ 10 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചോ. മിഡ് ടേമിനും നിന്റെ ക്രിസ്മസ് എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യനാണ്. നോക്ക്, വൈ ആർ മെൻ മോർ എഫക്റ്റഡ് ബൈ കളർ ബ്ലൈൻഡ്നസ്? എന്തുകൊണ്ടാണ് പുരുഷന്മാരെ വർണ്ണാന്തത കൂടുതൽ ബാധിക്കുന്നത്? അവൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നസ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പച്ച ചുവപ്പ് കളറൊന്നും മനസ്സിലാവാതൊക്കെയാണ് വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നസ്. ഇതിന് കാരണമായ, പച്ചക്കും ചുവപ്പിനും കാരണമായ ജീൻ എവിടെ കാണാം? നമ്മൾ എക്സ് ക്രോമസോമിലെ കാണാം. എവിടെ കാണാം? എക്സ് ക്രോമസോം. ഇത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങളെയും കാട്ടിലും കൂടുതൽ വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവുന്നതെന്ന് ചോദ്യം. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. നോക്കിക്കോ, ഇതാണ് മെയിലിന് ആണിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനിതഘടന എങ്ങനെയാടാ? 44 + XY. പെണ്ണിൻ്റെതോ 44 + XX. ആണിൽ എത്ര എക്സ് ഉണ്ട്? ഒരു എക്സ് ക്രോമസോം അല്ലേ? അല്ലേ? പെണ്ണിൽ എത്ര എക്സ് ക്രോമസോം ഉണ്ട്? 2 എക്സ് ക്രോമസോം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചുവപ്പ്, പച്ച എന്നീ കളറുകൾക്ക് കാരണമാകുന്ന ജീന്, അതായത് നമുക്കൊരു ചുവപ്പ് കണ്ടാൽ, പച്ച കണ്ടാൽ മനസ്സിലാവാൻ കാരണം നമ്മൾ ഏത് സെല്ല? കോൺകോശ. അതിൽ ചുവപ്പിന് പച്ചക്കും കാരണമായ വർണ്ണകത്തെ മനസ്സിലാവുന്ന ജീൻ എവിടെയുള്ളത്? എക്സ് ക്രോമസോമിലാണ്. ആ എക്സ് ക്രോമസോമിന് തകരാറ്, ഡിഫക്റ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് കളർ ബ്ലൈൻഡ്നസ്, വർണ്ണാന്തം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കിക്കണം. അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ. മെയിൽ ഹാവ് ഓൺലി 1 എക്സ് ക്രോമസോം. മെയിലിന്, ആണുങ്ങൾക്ക് എത്ര എക്സ് ക്രോമസോം ഉള്ളൂ? ഒരു എക്സ് ക്രോമസോം ഉള്ളൂ. അപ്പം ജനിതക ഘടന എങ്ങനെയാണ്? XY. ഓക്കെ, സോ ഇഫ് ദാറ്റ് എക്സ് ഹാസ് എ ഡിഫക്റ്റ്, ആ എക്സിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ദേ ബിക്കം എ കളർ ബ്ലൈൻഡ്. എന്തിന് കാരണമാവും? കളർ ബ്ലൈൻഡ് കാരണമാവും. എന്നാൽ ഫീമെയിൽ ഹാവ് 2 എക്സ് ക്രോമസോം. പെണ്ണുങ്ങൾക്ക് എത്ര എക്സ് ക്രോമസോം ഉണ്ട്? 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാ, if 1 X chromosome X has a defect, ഒന്നിന് തകരാറ് സംഭവിച്ചാൽ ദി അതർ എക്സ് ക്യാൻ ഫിക്സ് ഇറ്റ്. മറ്റേ എക്സ് എന്താവും? ഇതിന് ഫിക്സ് ചെയ്യും. അപ്പോൾ സോ ദേ യൂഷ്വലി ഡോണ്ട് ബിക്കം കളർ ബ്ലൈൻഡ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് സാധാരണയായിട്ട് ഉണ്ടാവില്ല, കളർ ബ്ലൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ സാറേ, ആ പെണ്ണുങ്ങൾക്ക് 2 എക്സ് ക്രോമസോമിനും മ്യൂട്ടേഷൻ സംഭവിച്ചു, ഡിഫക്റ്റ് സംഭവിച്ചാൽ എന്തുണ്ടാവും? ഒരു കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ പറഞ്ഞു യൂഷ്വലി, അതായത് ആണിനെക്കാട്ടിലും കൂടുതൽ ആർക്ക് ഉണ്ടാവാറില്ല, പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാത്തതിന് കാരണം ഇതാണെന്ന് മനസ്സിലാക്കുക. ഇത് മലയാളം അവിടെ ഉണ്ട്, സെയിം ആണ് ആൻസർ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈ ചിത്രം നോക്കി വെച്ചോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സാറ് ഡിസ്കസ് ചെയ്ത് തന്നെ. നോക്കിക്കോ, ഈ 2 ചിത്രം തരും. ഇതാ, ഐഡന്റിഫൈ എ ആൻഡ് ബി. ഏതാടാ? റോഡ് സെൽ, റോഡ് കോശം. ഇത് കോൺകോശം. വാട്ട് ഈസ് എ വിഷ്വൽ പിഗ്മെന്റ് ഇൻ എ? ആണ് റോഡ് കോശം. അതിന്റെ പിഗ്മെന്റ്, കാഴ്ച വർണ്ണകം ഏതാ? റോഡോപ്സിൻ അല്ലടാ, റോഡോപ്സിൻ. ഇത് അതാ, ദി കണ്ടീഷൻ ഡ്യൂ ടു ഡിഫക്റ്റ് ഓഫ് ബി. ബിയുടെ ഡിഫക്റ്റ്, തകരാറ് മൂലം. ഇത് കോൺകോശം, കോൺസെൽ അല്ലേ? നമുക്ക് കളർഫുൾ വിഷന്, നമുക്കൊരു നല്ലൊരു വസ്തുവിൻ്റെ വർണ്ണം അല്ലേ, ഒരു നിറം മനസ്സിലാക്കാൻ സഹായിക്കുന്ന കോൺകോശം, കോൺസെല്ല. ഇതിന് തകരാറ് സംഭവിച്ചാൽ നിറം മനസ്സിലാവോ? ഇല്ല, അതിനൊരു അസുഖമല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞത് ഏത്? വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്. അപ്പോൾ എ ബി എന്താ ചോദിച്ചു? അതാണിത്, റോഡ് സെൽ, കോൺസെൽ. റോഡ് കോശം, കോൺകോശം. ഇനി ഇവിടെ ഉണ്ടാവുന്ന പിഗ്മെന്റ് ഏതാ ചോദിച്ചു? അതാണ് റോഡോപ്സിൻ. ഓക്കെ, ഇനി ഇവിടെ ഈ ബിക്ക് തകരാറ്, ഡിഫക്റ്റ് സംഭവിച്ചാൽ ഏത് അവസ്ഥ ഉണ്ടാവും? അതാണ് വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നസ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാ, കണ്ണുമായി ബന്ധപ്പെട്ട കുറച്ച് ധർമ്മങ്ങളും അതിൻ്റെ ഫംഗ്ഷൻസും കണ്ണിൻ്റെ ഭാഗങ്ങളും തന്നു. ഒന്ന് കോർണിയ. നോക്കിക്കോ, ഇതിലേതാണ് കോർണിയ? നോക്കുക, ഐറിസ്. എന്തിനാ? ബൈപോളാർ കോശം, സിലിയറി മസിൽ. അപ്പം നോക്കിക്കുക, പ്രകാശഗ്രാഹിയിൽ നിന്ന് ഗാംഗ്ലിയൻ കോശങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നു. അതാരാ? ബൈപോളാർ അല്ലേ? അപ്പം നേരെ ഇത് ബൈപോളാർ. ഇനി അടുത്ത് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്ന ആരാ? ഐറിസ് ആണോ സിലിയറി മസിലാണോ? സിലിയറി മസിലല്ലേ ആ ലെൻസിൻ്റെത്. ഇനി ഓക്കെ, പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നു. അലോ ലൈറ്റ് ടു എൻ്റർ ദി ഐ. കോർണിയ. യെസ്. ഓക്കെ, പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. റെഗുലേറ്റ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ്. അത് ഐറിസ് അല്ലേ? കാരണം പ്യൂപ്പിളിൻ്റെ സൈസൊക്കെ കൂട്ടി കുറച്ചിട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ നോക്കി. ഇതാ, പ്രകാശത്തെ എത്തിക്കുന്നു. ഐറിസ് എന്താ? പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ബൈപോളാർ എന്താണ്? ഇത് തന്നെയാണ്. സിലിയറി മസിൽ എന്താ? ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. അഡ്ജസ്റ്റ് കർവേച്ചർ ഓഫ് ലെൻസ്. സെറ്റാണല്ലോ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എൻ്റെ മക്കൾ കിട്ടൂലേ? ഇതാ, അടുത്ത ചോദ്യം നോക്ക്. വേഗം അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഒബ്സർവ് ദി ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഈ ചിത്രങ്ങൾ നോക്കുക. ഇവിടെ PQ എന്നൊക്കെ അടയാളപ്പെടുത്തിയില്ലേ? പിയും ക്യൂ എന്താ? ഇതല്ലേ സെമി സർക്കുലാർ കനാൽ, അർദ്ധവൃത്താകാര കുഴൽ എന്നറിയപ്പെടുന്ന 3 സെമി സർക്കുലർ കനാലില്ലേ? അർദ്ധവൃത്താകാര കുഴൽ. ഈ ക്യൂ എന്താ? വെസ്റ്റിബുലർ നാഡി, വെസ്റ്റിബുലർ നെർവ് അല്ലേ? ഓക്കെ, പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് ക്യൂ. ഓക്കെ, നമ്മളൊക്കെ പറഞ്ഞു നോക്കുക. ഒന്നാണ് സെമി സർക്കുലർ കനാൽ, അതായത് സെമി സർക്കുലർ കനാൽ ആണ്. ക്യൂ എന്താണ്? വെസ്റ്റിബുലർ നാഡി. ഇതിൻ്റെ പ്രത്യേകത എന്താ? ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ഹയർ സെൽസ് ഇൻ ദി സെമി സർക്കുലർ കനാൽ ആൻഡ് വെസ്റ്റിബ്യൂൾ
ടു ദി ബ്രെയിൻ റെസ്പോൺസ് ടു ഹെഡ് മൂവ്മെൻറ്റ്. അതായത് നമ്മളെ ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്ന് ചോദിച്ചതാണ് ഇത്. തലയുടെ ചലനങ്ങൾക്കനുസരിച്ച് സെമി സർക്കുലർ കനാലുകളെയും വെസ്റ്റിബുളിലെയും രോമകോശങ്ങളിൽ ഉണ്ടാകുന്ന ആവേഗങ്ങൾ ഒടുക്കെത്തിക്കുന്നു, മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നു. അതല്ലേ നമുക്കറിയില്ലേ. എൻ്റെ മക്കളെന്താവണം, ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാർ അതിൻ്റെ ചാപ്റ്റർ മൊത്തം നമ്മൾ ലൈവ് തന്നിട്ടുണ്ട്, അത് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് കാണാൻ വരും മക്കളെ. അപ്പം നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ ക്ലിയർ ആവും. ഇത് ഒന്നും പഠിക്കാത്ത കുട്ടി ചിലപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് എന്താ സംഭവം നോക്കും. അപ്പോൾ സാറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യണേ. ആദ്യം മക്കൾ എന്താണ് ആ തിയറി ഭാഗങ്ങൾ ക്ലിയർ ആക്കണം. അത് നമ്മൾ ലൈവ് സീരീസിൽ പോയിക്കോ 10,60,000 ആൾക്കാർ ഓൾറെഡി കണ്ടിട്ടുണ്ട് നമ്മളെ ലൈവ് സീരീസ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടി കുറച്ചുകൂടി എന്താവും ക്ലിയർ ആവട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് നോക്കിക്കോ, ഇത് സമഗ്രൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച സാധനമാണ്. ഈ റിസപ്റ്റേഴ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. എവിടെ ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. യെസ്, ഈ റിസപ്റ്റേഴ്സിൻ്റെ ഒറ്റ സെക്കൻഡ് മക്കളെ, ഈ റിസപ്റ്റേഴ്സിൻ്റെ പേര് എഴുതാൻ. ഓക്കെ, ഈ റിസപ്റ്റേഴ്സിൻ്റെ പേര് നോക്കിക്കോ. എ ആൻഡ് ബി, ത്വക്കിലെ വിവിധ ഗ്രാഹ്യ, ഇത് സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സാണ് എയും ബിയും. ഇതിൻ്റെ ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞത്. ഐഡൻറ്റിഫൈ ഫംഗ്ഷൻ ഓഫ് റിസപ്റ്റർ എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നല്ലോ നോക്കിക്കോ. ഒരു കോൽമുട്ടായി പോലെ ഒരു സാധനം, അവിടുന്ന് ഇങ്ങനെ രണ്ട് വര സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതെന്തിനാണ്. ഐഡൻറ്റിഫൈ ദ ഷേപ്പ്, സൈസ് ആൻഡ് ടെക്സ്ചർ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൻ്റെ ആകൃതി എന്താ, ഞാനിപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ ഇതിൻ്റെ ആകൃതി എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ അളവ് എത്ര വലുപ്പമുണ്ട്, അതേപോലെ അതിൻ്റെ ഘടന, ഏതാണ് അതിൻ്റെ ഘടന, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സഹായിക്കണതാരാ, ഏതാണ് ഈ ഒരു റിസപ്റ്ററാ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോ. ഇതിങ്ങനെ വേര് പോലെ സാധനം ഇങ്ങനെ മുകൾക്ക് തള്ളി നിൽക്കണേ. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു. ഹെൽപ്പ് ടു ഡിറ്റക്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ഹെയർസ്. ഓർത്തു വെക്കണം. ഈ ഏയോളം റിസപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയി നോക്കി വെച്ചോ. സമഗ്രൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതായതുകൊണ്ട് എൻ്റെ മക്കൾ എന്താവണം, നോക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് നോക്കുക. അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ലെറ്റ് അസ് അസസിൽ വിലയിരുത്താൻ ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യമാണ് എൻ്റെ മക്കൾ നോക്കിക്കോ. ഓരോ സ്വാദ് മുഖങ്ങളിലും വ്യത്യസ്ത ഇനം സ്വാദുഗ്രാഹ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈച്ച് ടേസ്റ്റ് ബഡ്സ് ഹാസ് ഡിഫറെൻറ്റ് കീമോ റിസപ്റ്റർ. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണ്. കാരണം ഓരോ ടേസ്റ്റ് ബഡ്സിലും ഡിഫറെൻ്റ് അല്ല, സെയിം കീമോ റിസപ്റ്റേഴ്സാണ്. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ഈച്ച് ടേസ്റ്റ് ബഡ്സ് ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞേ. ഓരോ സ്വാദ് മുകുളങ്ങളിലും എന്തുണ്ട്, 100ഓളം സ്വാദുഗ്രാഹികൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേസ്റ്റ് ബഡ് ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ബഡിൻ്റെ ഉള്ളിൽ ഇത് ഡിഫറൻ്റ് അല്ല, വ്യത്യസ്തമല്ല. ഇതേ ഇപ്പം ഒരു മധുരമാണെങ്കിൽ ആ മധുരത്തെ മനസ്സിലാക്കാനുള്ള ടേസ്റ്റ് ബഡ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കിക്കുക. അപ്പോൾ ഇതെന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ശരിയായത് നമ്മളോട് ഇതാ പറഞ്ഞു. അടുത്ത് ഓപ്സിൻ ഇൻ റൊഡോപ്സിൻ കണ്ടെയ്ൻ റെറ്റിനാൽ വിച്ച് ഈസ് ഫോംഡ് ഫ്രം വൈറ്റമിൻ എ. ഓക്കെ, ഇത് ശരിയാണ്. റൊഡോപ്സിനിലെ ഓപ്സിൻ വൈറ്റമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റെറ്റിന അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ ഫോംഡ് ഫ്രം ഒപ്റ്റിക് നെർവ്. നേത്രനാടിയിൽ നിന്നാണ് പ്രകാശഗ്രാഹികൾ രൂപപ്പെടുന്നത്. ശരിയാണോ തെറ്റാണ്? അടുത്ത് ബോത്ത് റൊഡോപ്സിൻ ആൻഡ് ഫോട്ടോപ്സിൻ കണ്ടെയ്ൻ റെറ്റിനാൽ. റൊഡോപ്സിനും ഫോട്ടോപ്സിനും റെറ്റിനാൽ അടങ്ങിയിരിക്കും. ഇത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് ശരി? ഓപ്ഷൻസ് ബി ആൻഡ് ഡി ഈസ് കറക്റ്റ്. ഓക്കെ, സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ ഗിവൺ വേർഡ് പെയർസ് ബിലോ, ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ചുവടെ കൊടുക്കുന്ന ജോഡികൾ വിശകലനം ചെയ്ത് പരസ്പര ബന്ധം എന്താണെന്ന് തിരിച്ചറിയുക. റെറ്റിനാല് നൈറ്റ് ബ്രൈറ്റ്നസ്. റെറ്റിനാലും നൈറ്റ് ബ്രൈറ്റ്നസും എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നൈറ്റ് ബ്രൈറ്റ്നസ് നിശാന്തത എന്ന് പറഞ്ഞാൽ എന്താ, രാത്രി സമയത്ത് കണ്ണ് കാണാതിരിക്കുക ആണല്ലോ. രാത്രി സമയത്ത് കണ്ണ് കാണാതിരിക്കാൻ കാരണം എന്താ, വൈറ്റമിൻ എന്റെ കുറവ്. വൈറ്റമിൻ എ എന്നാണല്ലോ എന്തുണ്ടാവുന്നത്, റെറ്റിനാൽ ഉണ്ടാവുന്നത്. അപ്പോൾ കണക്ഷൻ മനസ്സിലായില്ലേ? അപ്പോൾ വൈറ്റമിൻ എന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത്, നൈറ്റ് ബ്രൈറ്റ്നസ്, നിശാന്തത. ആ റെറ്റിനാൽ ചെയ്യുന്നതാണ്, റെറ്റിനാൽ ഈസ് ഫോംഡ് ഫ്രം വൈറ്റമിൻ എ. റെറ്റിനാൽ ചെയ്യുന്ന ഉണ്ടാവുന്നത് വിറ്റാമിൻ എ എന്നാണ് ഉണ്ടാവുന്നത്. അപ്പം വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനാൽ ഉണ്ടാവുമോ? അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടാവും, നൈറ്റ് ബ്രൈറ്റ്നസ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് ഉമാമിൻ ടേസ്റ്റ് ബഡും തമ്മിലുള്ള ബന്ധം എന്താ? അതായത് നമ്മൾ മധുരം പുളി എന്ന് പറഞ്ഞ പോലെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് എന്ത്, ഒരു അനുഭവം തന്നെയാണ്, ഒരു ടേസ്റ്റ് അനുഭവം തന്നെയാണ് എന്ത്, ഉമാമി. ഓക്കെ, ഇനി അടുത്ത് കോൺസെല്ലും കളർ ബ്ലൈൻഡ്സും. കോൺസെല്ല് പറഞ്ഞാൽ എന്താ, കോൺകോശം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓരോ വസ്തുവിൻ്റെ കളറ് വർണ്ണം മനസ്സിലാക്കാൻ സഹായിക്കണ കോൺകോശം. ആ കോൺകോശത്തിന് തകരാറ് സംഭവിച്ചാലല്ലേ നമുക്ക് എന്തുണ്ടാവുക, കളർ ബ്ലൈൻഡ്നസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബന്ധം നോക്കിക്കോ. എവിടെ, നൈറ്റ് ബ്ലൈൻഡ്നസ് ഇസ് ഐ ഡിസീസ് ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ഓക്കെ, ഇനി അടുത്ത എന്താ, റെറ്റിനാൽ ഈസ് ഫോംഡ് ഫ്രം വൈറ്റമിൻ എ. ആ പോയിന്റ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതായത് വിറ്റാമിൻ എയിൽ രൂപപ്പെടുന്ന റെറ്റിനാലിൻ്റെ അളവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകണം കേട്ടോ. ഓക്കെ, അത് ഓർത്തു വെക്കണം. ഓക്കെ,
ഉണ്ടാവുന്നതാണ് ഇത് നിശാന്തത. ഇനി അടുത്തത് ഉമാമി ഇസ് എ ടേസ്റ്റ് സെൻസേഷൻ. ഉമാമി എന്ന പ്രധാന രുചികളിൽ ഒന്നാണ്. മധുരം പുളി എന്നൊക്കെ പറഞ്ഞ പോലെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് എന്ത്, ഒരു രുചി തന്നെയാണ് എന്ത്, ഉമാമി. അടുത്ത് സം പേഴ്സൺസ് കനോട്ട് ഡിസ്റ്റിങ്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളർ ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് കോൺസെൽ. അതായത് ചില ആളുകൾക്ക് പച്ച ചുവപ്പ് നിറങ്ങൾ തിരിച്ചറിയൽ കഴിവ് കുറയും. ഇത് കോൺകോഷനോട് തകരാറ് മൂലം. അപ്പോൾ കോൺകോഷും കളർ ബ്ലൈൻഡ്സും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വേഗം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സ്പീഡിൽ എന്താണ് പോർഷൻസ് കിട്ടിക്കോട്ടെ കരുതിയിട്ടാട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം, നമ്മൾ ലൈവ് സീരീസ് ഉണ്ട്. അത് സാർ ഓരോ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് എൻ്റെ മക്കൾ എന്താവണം, ആ ലൈവ് സീരീസിന് താഴത്ത് പോയി നിങ്ങൾ ബിഹൈൻഡ് സെൻസേഷൻ സംവേദനങ്ങൾ പിന്നെ നമ്മൾ സാറ് സെറ്റാക്കി തന്നിട്ടുണ്ട്. എൻ്റെ മക്കളൊന്ന് കാണാം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേതാണ് റോങ് പെയർ, ഇതിലേതാണ് തെറ്റായ ബന്ധം? ഇൻസെക്ട് ആൻറ്റിന ഹെൽപ്പ് ടു ഡിറ്റക്ട് സ്മെല്ല്. ഇത് ശരിയാണ്. അതായത് ഷഡ്പദങ്ങളിൽ എന്താണ് ആൻറ്റിന ഉണ്ട്. ഡോഗിൽ ജേക്കബ്സൺസ് ഓർഗൻ ആണോ? ഓൾ ഫാക്ടറി അല്ലേ, ഗന്ധഗ്രാഹികളല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി യുഗ്ലീനൽ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ ഐസ്പോട്ട് ഇല്ലേ, ഐസ്പോട്ടിന് വേറെ പേരാണ് സ്റ്റിഗ്മ. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ തെറ്റിയതാണ് ബി ആണ്. അത് ഡോഗിൽ എന്താ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആർ ഫൗണ്ട്, ഗ്രന്ഥഗ്രാഹികളാണ് കാണപ്പെടുന്നത്. സെറ്റാണല്ലോ. എന്നാൽ അടുത്ത ചോദ്യം നോക്ക്. ചൂസ് ദി കറക്റ്റ് പിക്ചർ ഇൻഡിക്കേറ്റ് ദ റേഡിയൽ മസിൽ കോൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്. ഇതിൽ മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്ന ചിത്രം ഇതിൽ ഏതാ തിരിച്ചറിയുക? എ ആണോ, ബി ആണോ, സി ആണോ? മങ്ങിയ പ്രകാശം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ പ്യൂപ്പിളിൻ്റെ വലുപ്പം എന്തേക്കാരം കൂടാണ് കുറയാണ് ചെയ്യാം? കൂടണം. മങ്ങിയ പ്രകാശത്തിൽ അതിന് സഹായിക്കണമെങ്കിൽ ഈ സൈഡിലേക്ക് വലിക്കണ്ടേ? അപ്പോൾ ഈ സൈഡിലേക്ക് വലിക്കണത് ഏതാ? റേഡിയൽ പേശി. അപ്പോൾ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. അറേഞ്ച് ദം ഇൻ ദി കറക്റ്റ് ഓർഡർ. ഇത് നമ്മളെ ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്താവണം, ബോഡി ബാലൻസിൻ്റെ ഭാഗം കൃത്യമായി പഠിച്ചിരിക്കണം. സാർ ഇന്ന് എന്താണോ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതിൻ്റെ മക്കൾ കൃത്യമായിട്ട് എന്തായിരിക്കണം, ആ ഭാഗങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഇത് എക്സാമിന് 100% ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. നോക്കിക്കോ. മൂവ്മെൻറ്റ് ഓഫ് സെൻസറി ഹയർ സെൽ. ഓക്കെ, മൂവ്മെൻറ്റ് ഓഫ് ദി ഹെഡ് ആൻഡ് അതർ ബോഡി പാർട്സ്. Impulses are transmitted by vestibular nerve to cerebellum. Okay, movement of the endolimb present inside the vestibular and semicircular. Okay, coordinate the muscular activity. Okay, impulse are formed. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ഹെഡ് ആൻഡ് അതർ ബോഡി പാർട്സ്. മലയാളം നോക്കിക്കോ. ഗ്രാഹികളെ രോമകോശങ്ങൾ ചലിക്കുന്നു, തലയുടെ മറ്റു ശരീരഭാഗങ്ങൾ ചലനം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് 1 എടുക്കാം. ഓക്കെ, അടുത്ത് മൂവ്മെൻറ്റ് ഓഫ് ദി എൻഡോലിംബ് പ്രസൻറ്റ് ഇൻസൈഡ് ദ വെസ്റ്റിബുലർ ആൻഡ് സെമി സർക്കുലർ കനാൽ. ഇത് 2. ഈ 2. ഇനി അടുത്ത് മൂവ്മെൻറ്റ് ഓഫ് സെൻസറി ഹയർ സെൽ. ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് കോർഡിനേറ്റ് മസ്കുലർ. ഓക്കെ, മൂവ്മെൻറ്റ് ഓഫ് സെൻസറി. ഓക്കെ, ഇത് 3. ഓക്കെ, ഇത് 4. ഇത് 3, ഇത് 4, ഇത് 5 കോർഡിനേറ്റ് മസ്കുലർ. ഓക്കെ, ഇത് 6. അപ്പോൾ എങ്ങനെയാണ് ഓർഡർ? എ ഡി സോറി എവിടെ ബി ഡി എ എഫ് സി ഇ. നോക്കി നോക്കുക. ബി ഡി എ എഫ് സി ഇ. ഓക്കെ, ശരിയാണ്. നമ്മളെ ഇതെന്താണ്? നമ്മുടെ ഓപ്ഷൻസ് എന്താണ്? ശരിയാണ്. നമ്മുടെ ഓപ്ഷൻസ് എന്താണ്? ശരിയാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇതേപോലെ നോക്കുക. അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിന് ഏറ്റവും പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് അറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും നമ്മൾ RMS ബാച്ചിൽ, അതായത് 10ാം ക്ലാസ്സിൻ്റെ എക്സാമിന് എൻ്റെ മക്കൾക്ക് മാർക്ക് ഓണം എക്സാമിന് കുറഞ്ഞു, നിങ്ങൾക്ക് ഇനി പഠിക്കണം താല്പര്യമുള്ള മക്കൾക്ക് നമ്മൾ എല്ലാ ചാപ്റ്ററും, അതായത് 1 തൊട്ട് നമ്മൾ ബയോളജി ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, മാത്സ് ആവട്ടെ, എല്ലാ സബ്ജക്റ്റും 1 തൊട്ട് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് പക്കയായി പഠിച്ച് ഡിസംബർ എക്സാം നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു മോഡൽ എക്സാം നടത്തി പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്കൊരു എക്സാമും നടത്തിയിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് വിടുന്ന ബാച്ചാണ് നമ്മൾ RMS ബാച്ച്. ഓൾറെഡി നമുക്കൊരു RMS ബാച്ച് ഉണ്ട്. ആ പുതിയൊരു RMS 2.0 അതെന്നാ തുടങ്ങുന്നത് വെച്ചാൽ നവംബർ 10th സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മൊത്തം എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഉടനെ തന്നെ എന്താ ആപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മക്കളെ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഈ 10 ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. എക്സാം പേപ്പറിൽ കണ്ടിരിക്കും. അപ്പോൾ മക്കളെ ഓക്കെ, ബൈ.